നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വേണ്ട. അതെന്തോ പറ്റി? ഡിന്നർ കഴിച്ചത് കൂടി പോയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിന്റെ കാരണം കൂടെ ബോധിപ്പിക്കണം. ഇവിടേക്ക് വരണ്ടെന്ന് അന്നേ അമ്മ പറഞ്ഞതാ. പക്ഷെ എനിക്കായിരുന്നല്ലോ വാശി, പോയേ പറ്റൂന്ന്. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. ഗൗതം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവ്? എന്തിനാണ് കുറവില്ലാത്തത്? അല്ല, അന്നേ നീ പറഞ്ഞതാണ് കുറെ കാടും പൊഴിയും പാടമൊക്കെ ഉള്ളതാണെന്ന്. അതിനൊരു കുറവുമില്ല. പക്ഷെ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം, അത് മാത്രം എനിക്ക് കിട്ടുന്നില്ല. ഗൗതമിനിപ്പോ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനോ അമ്മയോ മുത്തശ്ശിയോ ആരെങ്കിലും ഗൗതമിനോട് മോശമായിട്ട് പെരുമാറിയോ? ദേവനിധി, നിന്റെ അമ്മയെ വെറുതെ ഇതിലേക്ക് വലിച്ചഴിക്കണ്ട. എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് നീ തന്നെയാ. അതിന്റെ കാരണക്കാരിയായത് നിന്റെ മുത്തശ്ശി. കല്യാണം കഴിഞ്ഞ് അധികം നാളായിട്ടില്ലാത്തൊരു ഭാര്യയും ഭർത്താവുമാണ്. ആ ചിന്ത മുത്തശ്ശിക്കുണ്ടോ? ഇല്ല. എന്നാ നീ അത് മനസ്സിലാക്കണം. വ്രതമാണ്, വേറെ മുറിയിലൊക്കെ കിടക്കണമെന്ന് പറയുമ്പോ എന്റെ ഹസ്ബൻഡിനെ വിട്ട് ഞാൻ എങ്ങും പോയി കിടക്കില്ല എന്ന് നിനക്ക് പറയുമായിരുന്നല്ലോ. നീ അത് ചെയ്തോ? നോക്ക്, നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എന്നെ തനിച്ചാക്കിയത്. പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ ആഘോഷിക്കാവുന്നല്ലേ. ഇതിപ്പോ പുഴയിലെ കുളി, നാടൻ ഭക്ഷണം, പ്രാർത്ഥന, അടിപൊളി. പക്ഷെ എനിക്കിതൊന്നും പറ്റില്ല. ഓ, അപ്പൊ അതാണ് മോന്റെ പ്രശ്നം. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചുപോയി. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ പേടിയില്ലാന്നല്ലേ? അതെ, ഒട്ടും പേടിയില്ല. അങ്ങനെ പറയരുത് പ്ലീസ്. പേടിക്കണം. എന്നു പോലെ നീ ഇവിടെ കിടന്നാ മതി. നടക്കില്ല മോനെ. നമ്മൾ വന്നതേ ഹണിമൂൺ ആഘോഷിക്കാനല്ല, നാഗപഞ്ചമിയും നാഗരപൂജയ്ക്കും വേണ്ടിയാണ്. അതെ, മറക്കരുത്. എന്നാലും എന്തോ എനിക്ക് ആകെ ഒരു മൂഡ് ഓഫ്. പ്ലീസ് ഗൗതം, ഇന്നൊരു ദിവസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. നാളത്തെ പൂജ കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും ഞാൻ ഈ ചെക്കന്റെ കൂടെ തന്നെ കാണില്ലേ. നാഗദൈവങ്ങളെന്ന് പറഞ്ഞാലേ പ്രീതിപ്പെടുത്തിയാൽ കൂടെ നിൽക്കും, അനിഷ്ടം ഉണ്ടായാൽ അതുപോലെ ദ്രോഹിക്കുകയും ചെയ്യും. അതെ, മുത്തശ്ശി ഈ പൂജകൾ മുഴുവൻ നടത്തുന്നത് നമുക്ക് വേണ്ടിയാ. അപ്പൊ അതിന്റെ വ്രതം തെറ്റാതെ നോക്കേണ്ട ബാധ്യത നമുക്കില്ലേ? തൽക്കാലത്തേക്ക് മോനെ ഈ അസൗകര്യം ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഈ കള്ളച്ചെക്കനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. പോരെ? പാല് കുടിച്ച്. നിനക്കുള്ള വിസ ഞാനും ആന്റിയും ചേർന്ന് സ്റ്റാമ്പ് ചെയ്ത് വച്ചു കഴിഞ്ഞു മോളെ. നാളെ നേരം വെളുക്കുമ്പോ നീ ചത്ത് മലിച്ച് നീലിച്ച് കിടക്കും. അപ്പൊ തലക്കിലിരുന്ന് കരയാൻ ഞാനും ഉണ്ടാവും. ഞാനിപ്പോ പോയി ബാക്കി കാര്യങ്ങൾ സെറ്റാക്കട്ടെ. എന്തായിരുന്നു ഇവിടെ പരിപാടി? പരിപാടിയോ? എന്ത് പരിപാടി? നിന്റെ ലക്ഷണം കണ്ടിട്ട് ഇവിടെ എന്തോ കുഴുത്തുനുമ്പ് പരിപാടിക്ക് വന്നതുമാതിരി ഉണ്ടല്ലോ. സത്യം പറ ശിവാനി, നീ എന്തിനാ ഈ മുറിയിൽ വന്നത്? ഞാനിവിടെ കിടന്ന് അടിമപ്പണി എടുക്കുകയും വേണം, ഇതുപോലുള്ള കൂത്തുവാക്കുകൾ മൊത്തം കേൾക്കുകയും വേണം. നീയാണല്ലോ മുത്തശ്ശിയുടെ പ്രിയങ്കരിയായ കൊച്ചുമോള്. നിന്റെ മുറിയുടെ ജനാലകളൊക്കെ അടച്ചിട്ടുണ്ടെന്ന് നോക്കാനുള്ള ബാധ്യത കൂടി ഇപ്പൊ എനിക്കാ. അല്ലാണ്ട് ഞാനിവിടെ കക്കാനും മോട്ടിക്കാനും വന്നതൊന്നുമല്ല. നിന്റെ ജനാലയൊക്കെ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി റിപ്പോർട്ട് ചെയ്യാൻ മുത്തശ്ശി ഉത്തരവിട്ടിരിക്കുക. അതൊന്നും അനുസരിച്ചു.
ജനാലേക്ക് ഒന്ന് അടച്ചു. അത്ര ഞാൻ ചെയ്തുള്ളൂ. എന്താ വല്ല വിരോധമുണ്ടോ? എങ്കിൽ പിന്നെ ചെല്ലാൻ നോക്ക്. ശരി, ഗുഡ് നൈറ്റ്. ഒന്ന് നിന്നേ. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, അവിടെ തന്നെ നിന്നാ മതി. ഞാൻ ആളെ അങ്ങോട്ട് അയക്കാം. പോയ കാര്യം എന്തായി? ആന്റി, അപ്പോഴെങ്കിലും ആ ബുദ്ധി ആന്റിക്ക് തോന്നിയത് നന്നായി. ജനല് കുറ്റിയിട്ടേക്കായിരുന്നു. നീ അത് തുറന്നില്ലേ അപ്പോ? കുറ്റിയെടുത്ത് മാറ്റുകയും ചെയ്തു. തിരിച്ചതുപോലെ ജനല് ചാരിയിട്ടുമുണ്ട്. പിന്നെ നിധി ശ്രദ്ധിക്കാതിരിക്കാൻ ആ കട്ടം പിടിച്ചിടുകയും ചെയ്തു. നിധിയുടെ കാര്യം എന്തായി? ഇപ്പോഴും അവള് ഗൗതമന്റെ മുറിയിൽ തന്നെ ഇരിക്കുകയാണോ? എന്റെ ആന്റി, തലനാരിഴക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. ജനാലയുടെ കുറ്റിയെടുത്തിട്ട് ഞാൻ തിരിയുമ്പോഴേക്കും നിധി വന്നു കയറി. ഷോ, അവൾക്ക് സംശയം വല്ലതും തോന്നിയോ? ഒരു സംശയം തോന്നിയിട്ടില്ല. മുത്തശ്ശി പറഞ്ഞിട്ട് മുറികളുടെയൊക്കെ ജനാലയൊക്കെ അടയ്ക്കാൻ വന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഷേ, അത് പറയണ്ടായിരുന്നു. അവൾക്ക് സംശയം വല്ലതും തോന്നിയാലോ? ഇനിയിപ്പൊ സംശയം തോന്നിയ തന്നെ നമുക്ക് വണ്ണം കട്ടെ. മണിക്കൂറുകൾക്ക് അവളുടെ കഥ കഴിയൂലേ? അല്ല, അണലി സുരേന്ദ്രന്റെ കാര്യം എന്തായി? സുരേന്ദ്രൻ വീടിന് പുറത്തുണ്ട്. അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞേക്കുക ഞാൻ. നീ വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെല്ല. എന്നിട്ട് അവന് നിധിയുടെ റൂമും ജനാലയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. അതിന് ഞാൻ തന്നെ പോണോ? പിന്നല്ലാതെ ഞാൻ പോണോ? വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. ഞാൻ തന്നെ പോവാ. എന്നാ വേഗം സമയം കളയാതെ ചെല്ല്. മാഡം